6 കിലോ സ്വർണവുമായി കരിപ്പൂരിൽ പിടിയിലായ എയർ ഇന്ത്യ എയർ ഹോസ്റ്റസ് ഹിറമോസ പി സെബാസ്റ്റ്യനും കണ്ണൂർ സ്വദേശി റാഹിലയും വിവിധ വിമാനത്താവളങ്ങളിലൂടെ മുൻപ് പലതവണ സ്വർണം കടത്തിയതായി DRI പറഞ്ഞു. 32 കിലോയോളം ഇവർ തന്നെ കടത്തിയിട്ടുണ്ട്. ഏകദേശം 11 കോടി രൂപയുടെ സ്വർണം. ഇവരെ കൂടാതെ ഇതുപോലെ പല കാരിയേഴ്സായിട്ട് ലേഡീസിനെ ഉപയോഗിക്കുന്ന ഒരു ഗ്യാങ് ആണിത്. അത് കൂടുതൽ അന്വേഷണത്തിൽ അത് തെളിയത്തുള്ളൂ. ഇവർ ഓഫ് ഡ്യൂട്ടി ആയിരുന്നപ്പോഴാണ് ഇത് ചെയ്തിരുന്നത്. അത് ഇവർക്ക് എയർ ഹോസ്റ്റസ് എന്നുള്ളൊരു ഫെസിലിറ്റി ഉപയോഗിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കും. ഹിറമോസയും റാഹിലയും വെറും വാഹകർ മാത്രമാണ്. ഇവർക്ക് പിന്നിൽ വലിയ സംഘമുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ DRIക്ക് മനസ്സിലായിട്ടുണ്ട്. They are typical carriers. They are doing this for the big fish. ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഇതിന്റെ പിന്നിലിരിക്കുന്ന ആൾക്കാരാണ്. കൊടുവള്ളി സ്വദേശികളാണ് യുവതികളെ സ്വർണ്ണക്കടത്തിന് നിയോഗിച്ചതെന്ന് കരുതുന്നു. ഇതു സംബന്ധിച്ച് കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. DRIയുടെ വിവിധ യൂണിറ്റുകൾ ദുബായിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തിവരികയാണ്. സ്വർണ്ണക്കടത്തിനിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ പിടിയിലായ എയർ ഹോസ്റ്റസിനും കൂട്ടുകാരിക്കും നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതി ഫായിസുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. തുടർച്ചയായ 2ാം ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്താനുള്ള ശ്രമം നടക്കുന്നത്. ഇന്ന് 2 കിലോ സ്വർണമാണ് രാമനാട്ടുകര സ്വദേശി മുഹമ്മദ് ഹനീഫ കടത്താൻ ശ്രമിച്ചത്. കപ്പും സോസറും സ്പൂണും സ്വർണം കൊണ്ട് നിർമ്മിച്ച് അതിനുമേൽ കളിമണ്ണ് പൂശിയ നിലയിലാണ് കടത്താൻ ശ്രമിച്ചത്. കസ്റ്റംസ് വിഭാഗത്തിന്റെ പരിശോധനയിൽ ഇത് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ മുഹമ്മദ് ഹനീഫിനെ ചോദ്യം ചെയ്തു വരികയാണ്. സൗദിയിൽ നിന്നാണ് ഇയാൾ സ്വർണം കൊണ്ടുവരാൻ ശ്രമിച്ചത്. രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ പലതവണ കള്ളക്കടത്ത് നടത്തിയെന്ന കസ്റ്റംസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫായിസ്, ആരിഫ, ആസിഫ, ഹാരിസ് എന്നിവരെ കരുതൽ തടങ്കൽ വയ്ക്കാൻ ഉത്തരവായത്. ഇതോടെ വിചാരണ കൂടാതെ ഇവർക്ക് 1 വർഷം തടവിൽ കഴിയേണ്ടി വരും. നിലവിൽ റിമാൻഡിലുള്ള പ്രതികൾക്ക് ജുഡീഷ്യൽ കസ്റ്റഡിക്ക് ശേഷമാകും കരുതൽ തടങ്കൽ തുടങ്ങുക. കോഫെപോസ ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരി കേസിൽ ജാമ്യം ലഭിച്ച ആരിഫ, ആസിഫ എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ജയിലിലടക്കേണ്ടി വരും. കഴിഞ്ഞ 1 വർഷത്തിനിടെ പ്രതികൾ ഏർപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ പരിശോധിച്ചാണ് കരുതൽ തടങ്കലിന് ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെട്ട കോഫെപോസ ബോർഡ് അംഗീകാരം നൽകിയത്. ഇനി നിശ്ചിത കാലയളവിന് ശേഷമാകും ഇവരുടെ കരുതൽ തടങ്കൽ നീട്ടേണ്ടതുണ്ടോ എന്നത് ബോർഡ് പരിശോധിക്കുക. ഇതിനിടെ സ്വർണ്ണക്കടത്ത് കേസിൽ ഫായിസിന് ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവ് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.